വടകര കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. ഇന്ന് 11 മണിക്കാണ് റിബേഷ് SITക്ക് മുൻപാകെ ഹാജരാകേണ്ടത്. രമ്യ, വെരി ഗുഡ് മോർണിംഗ്. റിബേഷിന് ഇന്നൊരു ഗുഡ് മോർണിംഗ് ആയിരിക്കുമോ ഒരു ഗുഡ് ഡേ ആയിരിക്കും? കാരണം റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കുകയാണ്. എത്ര മണിക്കാണ് റിബേഷ് ഹാജരാകുക? എന്തൊക്കെ ഉത്തരങ്ങളാകും SIT തേടുക? എങ്ങനെയാകും കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാകുക? രമ്യ. ഗുഡ് മോർണിംഗ് അശ്വതി രാഗി. ഇന്ന് എന്തായാലും റിബേഷ് രാമകൃഷ്ണൻ അത്ര നല്ല ദിവസമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുറേ കാലമായി 2024 മുതൽ കോഴിക്കോടും അതുപോലെ തന്നെ വടകരയിലുമെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസ്. ഇതിലിപ്പോൾ പ്രധാന പ്രതിയായിട്ടുള്ള ജിതിൻ ഭാസ്കർ പിടിയിലാവുകയും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ പ്രതിയായിട്ട്, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘം ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ കേസിൽ നിർമ്മിച്ചത്, അതായത് ഈ കാഫർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ മറ്റുള്ളവരിലേക്കും, അതായത് ഇത് ഈ സ്ക്രീൻഷോട്ട് മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകൾ പങ്കുവച്ചവരിലേക്കും അന്വേഷണം നീളുന്നത്. ഇതിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് ഭാസ്കറിനെ രണ്ടാം പ്രതിയായിട്ട് അന്വേഷണ സംഘം പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ, അതായത് ചോദ്യം ചെയ്ത് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതായത് ഇത് നിർമ്മിച്ചവരിൽ മാത്രമല്ല, ഇത് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പങ്കുവച്ചവരിലേക്കും അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ജിതിൻ ഭാസ്കർ ഈ സ്ക്രീൻഷോട്ട് ഫോണിൽ നിർമ്മിക്കുകയും തുടർന്ന് ഈ ഫോണെല്ലാം റീസെറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഇത് തെളിവുകൾ നശിപ്പിക്കാനും എല്ലാം ആയിരുന്നു. ഇതെല്ലാം അന്വേഷണ സംഘം ഈ ഫോറൻസിക് പരിശോധന, ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനയുടെ എല്ലാം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇതിൻ്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക്, അതായത് ഇത് ആരൊക്കെ പങ്കുവെച്ചു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീളുന്നത്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രധാന പ്രതിയായിട്ടുള്ള, അതായത് രണ്ടാം പ്രതിയായിട്ടുള്ള റിബേഷ് ഭാസ്കറിനെ പ്രതി ചേർക്കുകയും രണ്ടാം പ്രതിയായി ചേർക്കുകയും തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ റിബേഷ് ഭാസ്കർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഫോണിൽ ജിതിൻ ഭാസ്കർ ആദ്യഘട്ടത്തിൽ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും തുടർന്ന് റിബേഷ് ഭാസ്കറിന് അയച്ചു നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ റിബേഷ് ഭാസ്കറാണ് ഈ സ്ക്രീൻഷോട്ട് തുടർന്ന് റെഡ് ഇൻ കൗണ്ടേഴ്സ് കരിമ്പനപ്പാലം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു നൽകിയത്. തുടർന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇത് മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള അമലും മറ്റു ഗ്രൂപ്പുകളിലേക്ക് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അന്വേഷണ സംഘം നിർമ്മിച്ചവരിൽ മാത്രം, അതായത് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരിൽ മാത്രമല്ല, തുടർന്ന് അതിൽ പങ്കാളികളായിട്ടുള്ള, അതായത് ഇത് മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പങ്കുവച്ചവരിലേക്കും കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി രമ്യ. ശരി രമ്യദാസ്, അപ്പോൾ ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ കുരുക്ക് മുറുകുകയാണ്. റിബേഷിന് കൂടി അല്ലേ വമ്പൻ കുരുക്കാണ്. CPMന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിക്കാതിരിക്കുന്ന ഇങ്ങനെ, കാരണം ഒരു ശബരിമല സ്വർണ്ണ കവർച്ച കഴിഞ്ഞു, മാസപ്പടി കഴിഞ്ഞു, ഇപ്പോഴിതാ ഈ കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഈ CPMന് ഒരു മനസമാധാനം കിട്ടുന്നില്ല, റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമേ കിട്ടുന്നില്ല. അമ്മാതിരിയാണ് കാട്ടിക്കൂട്ടലുകൾ. അതിനുള്ള വരമ്പത്തുള്ള കൂലിയാണ് ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം പറയണമല്ലോ, ഈ അന്വേഷണം ഇപ്പോൾ ഇവിടെ ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസിലൊക്കെ ഇവിടുത്തെ പ്രമുഖരായ വനിതാ നേതാക്കൾ ഉൾപ്പെടെപ്പെടുന്ന കേസാണ് കാഫർ സ്ക്രീൻഷോട്ട്. അപ്പോൾ എന്നാലും ഈ കാഫർ സ്ക്രീൻഷോട്ടിന് മറകിലുള്ള യഥാർത്ഥ കാഫറിനെ പുറത്തു കൊണ്ടുവരാനുള്ള സമയം അടുക്കുകയാണ്. SIT നിർണായക ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്. എന്താണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കളൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇനി വെള്ളം കുടിക്കാനുള്ളത് ഇതിന്റെ തലപ്പത്തുള്ള സഖാവാണ്. അതെ.